നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന 5 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നല്ല ബോധത്തോടെ ക്ലാസ്സിലിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു കോമൺ സെൻസ് മാത്രം നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ. അപ്പോൾ കോമൺ സെൻസ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ 5 മാർക്ക് നമുക്ക് ഷുവറായിട്ട് വാങ്ങിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിവൈസിൻ്റെ പേര് AC ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ എന്നാണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലർ പഠിച്ചു കാണും. അപ്പോൾ ഞാൻ എന്നാലും ഒന്ന് പറയാം. സോ AC ജനറേറ്ററിനെ നമ്മൾ പൊളിച്ചാൽ അതിനകത്ത് 2 മെയിൻ പാർട്ടാണുള്ളത്. ഒന്ന് ആർമേച്ചർ കോയിൽ. എന്തോന്നാണ്? ആർമേച്ചർ കോയിൽ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റ് ചെയ്ത കോയിൽ കാണും. രണ്ടാമത് ഒരു മാഗ്നറ്റ് കാണും. ആ മാഗ്നറ്റിൻ്റെ പേരാണ് ഫീൽഡ് മാഗ്നറ്റ്. അപ്പോൾ ഇങ്ങനെ 2 പാർട്ടാണ് AC ജനറേറ്ററിന് ഉള്ളത്. ഏതൊക്കെയാണ്? ആർമേച്ചർ കോയിലും ഫീൽഡ് മാഗ്നറ്റും. അപ്പോൾ ഞാനത് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ആർമേച്ചർ കോയിൽ. ഓക്കെ, ആർമേച്ചർ കോയിൽ. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ കോയിൽ വരച്ചെന്നേ ഉള്ളൂ. ഇതിന് N ടേൺസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ആർമേച്ചർ കോയിൽ. ഇനി ഇതിന് 2 എൻഡ് ഉണ്ട്. അപ്പോൾ ഈ 2 എൻഡുകളെ നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഒരു എൻഡിങ് നീട്ടിക്കൊണ്ടുവരുന്നു, ഇങ്ങനെ മടക്കുന്നു. ഓക്കെ, ഈ എൻഡ് ഇവിടെ മടക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരു മെറ്റൽ റിങ് അങ്ങോട്ട് കയറ്റിയിട്ടു. അപ്പോൾ ഇതുവഴി ഇതിൽ കൂടെ ഒരു റിങ് അങ്ങ് കയറ്റിയിട്ട് കൊടുക്കും. കണ്ടോ? നിങ്ങൾ കണ്ടോ റിങ്ങിനെ? കണ്ടോ ഈ റിങ്ങിനെ കയറ്റിയിട്ടുണ്ടോ? കണ്ടോ? ഈ റിങ്ങിൽ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്ക്. നിങ്ങൾ നോക്ക്, ഈ എൻഡ് പിടിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി അടുത്ത റിങ് എടുക്കുകയാണ്. അടുത്ത റിങ് ഇതിൽ കയറ്റിയിടുന്നു. കണ്ടോ? ഇത് അതിൽ കണക്ട് ചെയ്യുന്നു. കണ്ടല്ലോ? ഇങ്ങനെ 2 റിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ നിങ്ങൾ? ഈ റിങ്ങിൻ്റെ പേരാണ് സ്ലിപ്പ് റിങ് എന്നാണ് പറയുക. എന്താ പറയുക? സ്ലിപ്പ് റിങ്. അപ്പോൾ ആർമേച്ചറിൻ്റെ 2 എൻഡ് ഉണ്ട്. ആ 2 എൻഡ് ഓരോ മെറ്റൽ റിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്ലിപ്പ് റിങ്. ഇനി അടുത്തത്, ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കാണും. അപ്പുറത്തെ സൈഡിൽ ഒരു സൗത്ത് പോളും കാണും. ഇനി ഈ മാഗ്നറ്റിൻ്റെ പറയുന്ന പേരാണ് ഫീൽഡ് മാഗ്നറ്റ്. ഈ കോയിലിനെ പറയുന്ന പേരാണ് ആർമേച്ചർ കോയിൽ. ഇനി ഇതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ ഒരു ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്. എന്താണ് സാധനം? ഗ്രാഫൈറ്റ് ബ്രഷ്. ഓക്കെ, ജസ്റ്റ് തൊട്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ ഇതിലും തൊട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇതിലും ജസ്റ്റ് തൊട്ടിരിപ്പുണ്ട് ഒരു ഗ്രാഫൈറ്റ് ബ്രഷ്. കാർബൺ ബ്രഷ് എന്ന് പറഞ്ഞാലും മതി. ഇനി ഇവിടെ നിന്ന് ഒരു കണക്ഷൻ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു കണക്ഷൻ വെളിയിലേക്ക് പോകുന്നുണ്ട്. സപ്ലൈ കൊടുക്കേണ്ട ഡിവൈസ് ഏതെന്ന് വെച്ചാൽ അതിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യം, നമുക്കിവിടെ ഒരു ഇമാജിനറി ആക്സിസ് കൺസിഡർ. ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെന്ന് വയ്ക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഈ കോയിൽ ഇവിടെ കിടന്ന് കറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും. എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഫീൽഡ് ലൈൻ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ലൈൻസ് ഉണ്ടെന്നാണ് നമ്മുടെ അസംഷൻ. ഈ കോയിലിനെ ഇട്ട് കറക്കിയാൽ എന്ത് ചെയ്യും? കോയിൽ ഈ ഫീൽഡ് ലൈനിൽ കയറി തട്ടി പോകും. ആണോ? അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ആവും. അപ്പോൾ ഈ കോയിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. അപ്പോൾ ഇത് സർക്യൂട്ട് ക്ലോസർ ആയതുകൊണ്ട് ഈ കോയിലിൽ കൂടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് നേരെ എങ്ങനെ വരും? ഈ കറണ്ട് ഇതിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ കറണ്ട് വരുന്ന ഈ ആർമേച്ചറിൻ്റെ 2 എൻഡ് ഈ മെറ്റൽ റിങ്ങിലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് വരുന്നത് നേരെ എവിടെ ആയിരിക്കും? ആ റിങ്ങിലോട്ടായിരിക്കും. ആ റിങ്ങിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? ഗ്രാഫൈറ്റ് ബ്രഷ് ആയിരിക്കും. അപ്പോൾ റിങ്ങിൽ നിന്ന് ആ കറണ്ട് എവിടെ കയറും? ഈ ബ്രഷിൽ കയറി സർക്യൂട്ടിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കറണ്ട് വന്നു. ഈ സാധനത്തിൻ്റെ പേരാണ് AC ജനറേറ്റർ. ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത്, ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഞാനിവിടെ ആർമേച്ചറിന് പകരം ഇങ്ങനെ ഒരു സാധനം വയ്ക്കാം. അപ്പോൾ ഈ സാധനത്തിനെ ഞാൻ കറക്കി കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ നോക്കൂ. ഇത് കറങ്ങുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഈ അറ്റം മാത്രം നിങ്ങൾ നോക്കുക. ഇവിടെ മാത്രം ഈ അറ്റം മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ കട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കണം. നോക്കൂ, ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പം ആ അറ്റം ഇവിടെ വരും. ഫുൾ റൊട്ടേഷൻ ആകുമ്പം അത് വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വരും. ആണല്ലോ? അതൊക്കെ കോമൺ സെൻസ്. ഇവിടെ ഇരിക്കുന്ന ഈ എൻഡ് മാത്രം നോക്കുക. ഹാഫ് റൊട്ടേഷൻ ആകുമ്പോൾ ആ എൻഡ് ഇവിടെ വരും. ഇനി ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ ആ എൻഡ് അവിടെ വരും. ആദ്യത്തെ ഹാഫ് റൊട്ടേഷൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ഈ എൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ തട്ടുന്നത് നോക്കണം. നോക്കൂ, കണ്ടോ? എവിടെ നിന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്തത്? മേലിന്ന് താഴോട്ടാണ് കട്ട് ചെയ്തുകൊണ്ട് പോയത്. കണ്ടല്ലോ?
ഇനി അപ്പോൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഈ എൻഡ് ഇനി അടുത്ത ഹാഫ് റൊട്ടേഷനിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ, അപ്പോൾ അടുത്ത ഹാഫ് റൊട്ടേഷനിൽ താഴെ നിന്ന് മേലോട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനാണ്. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ രണ്ട് ഹാഫ് റൊട്ടേഷനിലും ഉണ്ടാകുന്ന EMFന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ EMF ഉണ്ടാവും, അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ EMF ഉണ്ടാവും. ഇങ്ങനെ ഡയറക്ഷൻ മാറുന്ന EMF ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഈ ഡയറക്ഷൻ മാറുന്ന കറണ്ട് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഈ കറണ്ടിനെ നമ്മൾ AC എന്നാണ് പറയുന്നത്. അങ്ങനെ AC നമുക്ക് പുറത്തു തരുന്ന ഈ ജനറേറ്ററിന്റെ പേരാണ് AC ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ. അപ്പോൾ ഇവിടെ കറങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇതാണ് ഇവിടുത്തെ എനർജി ചേഞ്ച്. ഇനി ഈ ആർമേച്ചറിനെ നമ്മൾ എങ്ങനെ കറക്കും എന്ന് ചോദിച്ചാൽ, ജനറേറ്റർ നമ്മൾ പിടിച്ച് കറക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്നൊരു കണക്ഷൻ പോയിട്ട് നമ്മൾ അവിടെ ഒരു ടർബൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ്ട് ഇതുപോലത്തെ വീല് കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ വീലിൽ കൊടുത്തയക്കും. ഓക്കെ, ഈ വീലിൻ്റെ പേരാണ് ടർബൈൻ. എന്താണ് പേര്? ടർബൈൻ എന്നാണ് പേര്. ആർമേച്ചറിനെ ഇതുമായിട്ട് കൊടുത്തയക്കും. എന്നിട്ട് ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലാണെങ്കിൽ ടർബൈനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ടർബൈൻ കറങ്ങും. അപ്പോൾ ഈ നമ്മുടെ ആർമേച്ചർ കോയിൽ കറങ്ങും. അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് പുറത്തേക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ടർബൈൻ ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ആർമേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയാണ് AC ജനറേറ്റർ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്ക് തോന്നിയാൽ ഒന്നുമില്ല. ഇപ്പം ഞാൻ AC ജനറേറ്ററിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാം. നോക്കി പറയാം. AC ജനറേറ്ററിൻ്റെ വേറൊരു പേര്, AC ജനറേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് alternator. AC generator is otherwise known as alternator. Okay, no problem. Then see what are the two parts. See, the first part is called armature coil. What is this called? Armature coil. Okay, then armature coil is an insulated coil having N turns. Then how many ends are there for it? 2 ends. See, this is the first end. It is connected to a metal ring. Okay, no problem. Then this is a second end. It is also connected to another metal ring. These metal rings are called slip rings. What are they? Slip rings. No problem. Then touching these, there will be what? Graphite brushes. So what are these? Graphite brushes or carbon brushes. Then see, from this we take connection to the external circuit. Okay, no problem. Then here you can find poles. See, north and south. See, the magnet is known by the name field magnet. What is it called? Field magnet. Then അടുത്തെന്താണ് പറഞ്ഞത്? See, when you are see, this is axis of armature coil. When the armature rotates, see, magnetic field lines you can find here. So magnetic field lines എന്താവും? cut ആവും. See, magnetic flux linked with the armature changes. So an EMF is developed in armature coil. Okay, so in the external circuit we get a current through graphite brushes. Am I right? See, graphite brush വഴി നമുക്ക് പുറത്തേക്ക് എന്ത് കിട്ടും? ഒരു കറണ്ട് കിട്ടും. ഇനി അടുത്ത ഞാൻ പറഞ്ഞ എന്താണ്? See, these are the magnetic field lines. Then അടുത്ത ഞാൻ പറഞ്ഞ കാര്യം, so suppose this is your armature coil. ഇതിന്റെ end ആണ് armature coil എന്ന് വയ്ക്കും. Armature coil ഇങ്ങനെ ഈ end ആണ്. Okay, then ഇങ്ങനെ നിൽക്കുകയാണ്. Suppose see, during the first half rotation, see, this end will reach this side. ആണല്ലോ. So ഈ end മാത്രം നോക്കുക. So it is cutting the magnetic field lines from top to bottom. So magnetic field lines ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. So it reaches this side. Then during the next half rotation, it cuts the magnetic field lines in the opposite direction. So it cuts the magnetic field lines in the opposite direction. So in the first case, an EMF is developed in the coil in a particular direction. In the next half rotation, EMF is developed in the opposite direction. So current will be opposite in the first case and next case. That this current is called AC. So we get AC in the external circuit. ഇത്രയാണ് പറയേണ്ട സംഗതികൾ. അപ്പോൾ എസ്സയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എഴുതുന്നു. പടവും വരച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്കും എത്രയായി? ഒരു പേജായി എസ്സയുടെ ആദ്യത്തെ പേജായി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു. സോ ലിസൺ പ്രോപ്പർലി. സോ വാട്ട് ഡു യു നോ അബൌട്ട് AC generator? Give another name for AC generator: alternator. So AC generator or alternator has
mainly two parts, armature coil and field magnet. Armature coil is an insulated coil, field magnet is a magnet. Then the ends of armature are connected to metal rings called slip rings. Touching these, there are graphite brushes or we can say carbon brushes. Then when armature turns, magnetic flux linked with it changes. So an induced EMF and hence induced current is developed in it. During the first half rotation, an EMF is developed in a particular direction. During the next half rotation, EMF is developed in the opposite direction. Thus we get AC in the external circuit through graphite brushes, from graphite brushes. Is it clear? So this is a initial section, first section. So one page you have written. ഒരു പേജ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. See first part. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? നിങ്ങൾ പറയൂ. See, what do we know about AC generator? AC generator is otherwise known as alternator. The main parts are an armature coil and field magnet. Okay. Then see, the ends of armature are connected to metal rings called slip rings. Touching these, there are graphite brushes. Then the armature is placed between pole pieces of a magnet. This magnet is called field magnet. Then when armature rotates, magnetic flux linked with the armature changes, an induced EMF and hence induced current is developed in it. Then during the first half rotation, magnetic field lines are cut in a particular direction, so an EMF is developed in a particular direction. So during the next half rotation, magnetic field lines are cut in the opposite direction, so an EMF and hence current are developed in the opposite direction. That is, in the external circuit we get AC. Okay, this is the first section of AC generator. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ പറയാൻ പോവാണ്. ശ്രദ്ധിക്കൂ. See, ഇതിന്റെ സെക്കൻഡ് സെക്ഷൻ ഞാൻ പറയാൻ പോകുന്നു. Listen properly. See, what is a magnetic flux linked with the armature? ആർമേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്ര? ചുമ്മാ കൊച്ചു പിള്ളേടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റനാണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് എ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പറയാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡോട്ട് എ എന്നാണ്. ഓക്കെ, ബി ഡോട്ട് എ മീൻസ് ബി എ കോസീറ്റ എന്നാണ്. ബി എ കോസീറ്റ. കൊച്ചു പിള്ളേർ കണ്ടാൽ ചിരിക്കും. നോക്കൂ അടുത്ത. ഹിയർ there are n turns. Here there are n turns. How many turns are there? n turns. So what will be the flux? Flux അപ്പോൾ എങ്ങനെ എഴുതണം? ഇതിനെ n കൊണ്ട് ഇൻറ്റു ചെയ്യണം. So BAN cos theta is a flux. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. Then this is a flux. ഇനി you know, see, coil is turning. Angular velocity is omega. Omega എങ്ങനെ കണ്ടുപിടിക്കും? Angular velocity is equal to angular displacement by time. അതിൽ നിന്ന് തീറ്റ പറയൂ. What is theta? Omega t. ഈ ഇക്വേഷനിൽ ഫൈക്ക് വേറെ എഴുതൂ. ഫൈ is equal to BAN കോസ് തീറ്റയ്ക്ക് പകരം ഒമേഗ ടി. ഇപ്പം നിങ്ങൾക്ക് എന്തിൻ്റെ ആൻസറായി? ഫ്ലക്സിൻ്റെ ആൻസറായി. എന്തിൻ്റെ ആൻസറായി? ഫ്ലക്സിൻ്റെ ആൻസറായി. ഈ കോയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഇൻഡ്യൂസ്ഡ് EMF കാണാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ പറയൂ. മൈനസ് d∅b/dt ഇല്ലാതാക്കരുത്. സോ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷനായി. ഇനി ഞാൻ എഴുതാൻ പോവാണ്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു പറയൂ മൈനസ് d/dt ഫൈക്ക് പകരം ഇത് BAN cos ഒമേഗ ടി. BAN cos ഒമേഗ ടി എന്നാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് ടു ബി കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്, എൻ കോൺസ്റ്റന്റ് ആണ്. ബാക്കി പറയൂ d/dt cos ഒമേഗ ടി എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് BAN അതുപോലെ എഴുതി കോസിനെ ഡിഫറൻസിയേഷൻ നടത്തി എന്താ കിട്ടുക? മൈനസ് സൈൻ. അപ്പൊ എന്താണ്? മൈനസ് സൈൻ പറ മൈനസ് സൈൻ ഒമേഗ ടി എന്നാണ്. ഇനി അടുത്ത തീർന്നോ? ഇല്ല, നമ്മൾ ഒമേഗ ടിയെ കൂടെ ചെയ്യണം അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പൊ d/dt ഓഫ് കോസ് ഒമേഗ ടിയെ ചെയ്യാൻ പറഞ്ഞാൽ കോസിനെ ഡിഫറൻസിയേഷൻ നടത്തിയാൽ മൈനസ് സൈൻ ഒമേഗ ടി. അവിടെ വെച്ച് പരിപാടി തീരുന്നില്ല. ഒമേഗ ടിയെ കൂടെ ചെയ്യണം. ഒമേഗ ടിയെ d/dt ഓഫ് ഒമേഗ ടി എങ്ങനെ ചെയ്യും? ഒമേഗ ഇനി പുറത്തെടുക്കുക, ബാക്കി d/dt ഓഫ് ടി. അപ്പൊ ഇത് പോയിട്ട് ഒമേഗ വരില്ലേ? അപ്പൊ ഇൻറ്റു ഒമേഗ. അപ്പൊ ആൻസറായി. അപ്പൊ ഇനി പറയൂ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ചെയ്യുമ്പോൾ ഒമേഗ. അപ്പൊ പറയൂ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്നായി. ഇപ്പൊ എന്ത് ആയി? ഈ കോയിൽ ഇവിടെ കിടന്ന് കറങ്ങുമ്പം അതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസറുമായി. ഇനി വാട്ട് ഈസ് എ മാക്സിമം EMF?
മാക്സിമം ഇ എം എഫ് എത്രയായിരിക്കും? മാക്സിമം ഇ എം എഫ് ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കണം? 90 ആയിരിക്കണം. അപ്പോൾ അത് 90 ആയാൽ മാക്സിമം ഇ എം എഫ് പറ. ഈ മാക്സിമം കിട്ടും അല്ലേ? അതിനെ E0 എന്ന് വിളിക്കാം കേട്ടോ. E0 എന്ന് വിളിക്കാം. അതിൻ്റെ ആൻസർ എത്ര വരും? ഇസ് ഈക്വൽ ടു BAN ഒമേഗ. ഇതിൻ്റെ വാല്യൂ എത്ര വരും? sin 90 1. അപ്പോൾ മാക്സിമം ഇ എം എഫിൻ്റെ ആൻസർ കിട്ടി. ഇനി നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു BAN ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? E0 എന്ന് എഴുതാം. ബാക്കി sin ഒമേഗ ടി എന്നെഴുതാം. ഇപ്പൊ ഞാൻ ഒരു ഇക്വേഷൻ ഒപ്പിച്ചിരിക്കുകയാണ്. ദിസ് ഈസ് എ ഇ എം എഫ് ഡെവലപ്ഡ് ഇൻ ദ കോയിൽ. ആർമേച്ചർ കോയിൽ അവിടെ കിടന്ന് കറങ്ങുമ്പം അതിനകത്തുണ്ടാകുന്ന ഇ എം എഫ് കാണാനുള്ള ഇക്വേഷനാണ് E ഈക്വൽ ടു E0 sin ഒമേഗ ടി. ഇതിനകത്ത് E0 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഇ എം എഫ് ആണ്. ഞാൻ ഈ സെക്ഷൻ ഒന്നും കൂടെ പറയാണ്, പേടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്നുമില്ല, വെറും സിമ്പിൾ സാധനം. സൊല്യൂഷൻ. സീ വാട്ട് ഈസ് എ magnetic flux associated with your coil? What is a magnetic flux linked with your armature coil? Flux കാണാനുള്ള ഇക്വേഷൻ പറ. B dot A. B dot A means BA cos theta. ബുദ്ധിമുട്ടില്ല. Here there are n turns. Here there are n turns. n turns ഉണ്ട്. Okay. So flux is equal to പറയൂ. Flux is equal to BA n cos theta. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്രോസ് ചെയ്താൽ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു പറയൂ BAN കോസ് തീറ്റയ്ക്ക് പകരം ഒമേഗ ടി. ഇപ്പം എന്തിൻ്റെ ആൻസറായി? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആൻസറായി. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ വേണം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണല്ലോ ഇക്വേഷൻ പറ. മൈനസ് d∅B/dt. ഓക്കെ, ഈക്വൽ ടു -2d/dt ടു ഫൈയുടെ ആൻസർ പറ. BAN cos ഒമേഗ ടി ഇല്ലാതാക്കരുത്. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു -2 BAN ഇങ്ങനെ പുറത്തെടുത്തു. ബാക്കി d/dt പെട്ടെന്ന് പറ cos ഒമേഗ ടി എന്നാണ്. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു -BAN അതുപോലെ എഴുതി. കോസിനെ ഡിഫറൻഷിയേഷൻ നടത്തി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? മൈനസ് സൈൻ ആ സാധനം എന്നാണ് അല്ലേ? ഇനി ഒമേഗ ടിയെ ഡിഫറൻഷിയേഷൻ നടത്തി എന്ത് കിട്ടും? നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും നോക്ക്. d/dt ഓഫ് ഒമേഗ ടി ചെയ്താൽ എന്ത് വരും? ഒമേഗ പുറത്തെടുക്കും. ബാക്കി d/dt ടി എന്ന് വരും. ആണോ? സോ അപ്പോൾ ആൻസർ ഒമേഗ എന്ന് വരും. അപ്പോൾ ഒമേഗ ടിയെ ചെയ്താൽ ഒമേഗ. അപ്പോൾ ബാക്കി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു പറഞ്ഞോ -BAN ഇൻറ്റു പറ മൈനസ് സൈൻ. ഇനി ഈ ഒമേഗ ഇവിടെ വരില്ലേ? സോ ഒമേഗയും കൂടെ ഇവിടെ വരും. ബാക്കി സൈൻ ഒമേഗ ടി എന്നാണ്. സൈൻ ഒമേഗ ടി. ഓക്കെ, മൈനസ് ഒരു കാര്യം മറന്നുപോയി. മൈനസും കൂടെ എന്തായി? പ്ലസ് ആയി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണുള്ള ഇക്വേഷൻ പറ. BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്നാണ്. ഓക്കെ, ദിസ് ഈസ് എ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ കോയിൽ വെൻ ഇറ്റ് ടേൺസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇനി വാട്ട് ഈസ് എ മാക്സിമം ഇ എം എഫ്? വാട്ട് ഈസ് എ മാക്സിമം ഇ എം എഫ് ഡെവലപ്ഡ്? വാട്ട് ഈസ് എ മാക്സിമം ഇ എം എഫ്? മാക്സിമം ഇ എം എഫിന്റെ ആൻസർ എത്ര വരും? മാക്സിമം ഇ എം എഫ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1 or ഒമേഗ ടി ഈക്വൽ ടു 90 ഡിഗ്രി. ഒമേഗ ടി 90 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം ഇ എം എഫ് വരുന്നത്. സോ മാക്സിമം ഇ എം എഫ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ E0. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് വരെ 1 കൊടുക്കുക. അപ്പോൾ എന്തായി? അപ്പോൾ BAN ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ BAN ഒമേഗ എന്നുള്ള ഈ പാർട്ടിൽ എന്തെന്ന് എഴുതാം? E0. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ. ഈ സാധനത്തിന് പകരം E0 ബാക്കി സൈൻ ഒമേഗ ടി. ബുദ്ധിമുട്ടുണ്ടോ? സോ ദിസ് ഈസ് എ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്ഡ് ഇൻ യുവർ ആർമേച്ചർ കോയിൽ. Is it clear? So what is the equation to calculate induced EMF developed in the armature coil when it turns? E equal to E0 sin omega t. What is E0? It is a maximum EMF. അതിനെ പറയുന്ന പേരാണ് maximum EMF അല്ലെങ്കിൽ peak EMF എന്നൊക്കെ പറയാം. So shall I start from the beginning? You have to say the answers one by one. Say, you consider your armature coil. What is a magnetic flux linked with it? So magnetic flux linked with the armature coil is equal to, say, B dot A. B dot A means BA cos theta. Okay, your armature has n turns, so n turns are there. So what is a magnetic flux then? Flux is equal to BAN cos theta. No problem. Then you know angular velocity of your armature coil is equal to angular displacement divided by time.
On crossing, you can get theta is equal to omega t. Okay, put it here. So magnetic flux is equal to say BAN cos, instead of theta you write omega t. Then this is the answer of magnetic flux. Then what is the next one? Induced EMF. What is the answer of induced EMF? Minus d phi b by dt. No problem. Then is equal to minus d by dt. What is the answer of phi? Phi is equal to BAN cos omega t. No problem. Then induced EMF is equal to minus, then BAN taken out, balance d by dt cos omega t. Then induced EMF is equal to minus BAN into what is the answer of this one? On differentiating cos you get minus sign, so minus sign omega t. What is the next step? You have to differentiate omega t. On differentiating omega t you can get omega. So induced EMF is equal to, say, what is the answer of induced EMF? Minus minus plus BAN omega, say BAN omega, then sin omega t, sin omega t. No problem. Then what is a maximum EMF? What is a maximum EMF? Say, what is a maximum EMF? So maximum EMF is obtained when this sin omega t is equal to 1 or omega t equal to 90 degree. So maximum EMF is represented by the letter E0. E0 is equal to, sometimes it is written as EM also. അപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ VM എന്ന് എഴുതും, പേടിക്കാനൊന്നുമില്ല. സോ മാക്സിമം EMF is equal to, say, maximum EMF is when this answer is equal to 1. So BAN omega into 1. So this is a maximum EMF. Substitute this value here. So induced EMF is equal to, instead of BAN omega you write E0, then sin omega t. This is a induced EMF developed in the armature coil of what? Generator. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി ഓരോ സെക്ഷൻ ആയിട്ട് ഞാൻ പറയാണ്, ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് എ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇൻഡ്യൂസ്ഡ് EMF? ഇൻഡ്യൂസ്ഡ് EMF developed in the armature coil is equal to E0 sin omega t. What is omega t? Omega t is the angle of turning. Omega t എന്ന് പറയുന്നത് എന്താണ്? കോയിൽ എത്ര ആംഗിൾ ടേൺ ചെയ്യുന്നു എന്നാണ്. So once again, induced EMF is equal to maximum EMF into sin angle, sin of angle. Okay, sin of angle of rotation. Once again, induced EMF developed in the armature coil is equal to maximum EMF into sin of angle of turning. Is it clear? ഇനി ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞോട്ടെ. സോ നല്ല അടിപൊളി സാധനമാണ്. ബാലൻസ് ഞാൻ പറയാൻ പോവാണ്, ഇപ്പം പറയണം. ഓക്കെ, നമ്മുടെ ആർമേച്ചർ കോയിലിനെ ഞാൻ വീണ്ടും കയ്യിലെടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഈ എഡ്ജിനെ മാത്രം കൺസിഡർ ചെയ്യുക. ഈ എഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പിയാണെന്നിരിക്കട്ടെ, അപ്പോൾ ആർമേച്ചർ കോയിലാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഇരിക്കുകയാണ്. സമാധാനമായിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ, നോർത്ത് സൗത്ത്. ഓക്കെ, നിങ്ങളുടെ ആർമേച്ചർ കോയിൽ ദാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റേജാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ആർമേച്ചർ കോയിൽ ഇതുപോലെ ഇരിക്കുന്ന സ്റ്റേജാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ആർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ വരയ്ക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഓക്കെ, ആർമേച്ചർ കോയിലിൻ്റെ രണ്ടെൻ്റെ കണ്ടല്ലോ, ഇങ്ങനെ ആർമേച്ചർ കോയിൽ ഇരിക്കുന്ന സ്റ്റേജ് ഇതാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇരുന്നാൽ വാട്ട് ഈസ് ദ തീറ്റ വാല്യൂ? ഇവിടുത്തെ തീറ്റ വാല്യൂ, തീറ്റ ആണല്ലോ ഒമേഗ ടി. തീറ്റയുടെ ആൻസർ എത്രയെന്ന് പറയണം. വാട്ട് ഈസ് തീറ്റ? നിങ്ങൾ പറയൂ, തീറ്റയുടെ ആൻസർ എത്ര വരും? നിങ്ങൾ പറ. ഈ എഡ്ജാണ് നമ്മുടെ കോയിൽ ആണല്ലോ. കോയിലിന്റെ ഏരിയ വെക്ടർ എങ്ങനെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ കുറെ കാലം കൊണ്ട് പഠിപ്പിക്കുകയാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഏരിയക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് അങ്ങോട്ടല്ലേ? അത് അങ്ങോട്ടാണ്. അപ്പൊ ഏരിയ വെക്ടർ അങ്ങോട്ടാണ്. മനസ്സിലാവാത്തവരൊന്നും കൂടെ, ഇവിടെ ഈ എഡ്ജാണ് ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ആർമേച്ചർ കോയിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരുന്നാൽ തീറ്റ വാല്യൂ എത്രയെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് ഏരിയ. ഏരിയക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ ഏരിയ വെക്ടർ ഇതാണ്. ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഒന്നും കൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി, ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ കോയിൽ. ഈ ആർമേച്ചർ കോയിലിന്റെ ഇവിടെയാണ് ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ആർമേച്ചറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ നമുക്ക് തീറ്റയാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ട് പറയണം. മാഗ്നറ്റിക് ഫീൽഡിനും ആർമേച്ചറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. സോ ആർമേച്ചർ ഈസ്
പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവിടുത്തെ തീറ്റ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയല്ല. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എത്ര? 0. തീറ്റയുടെ വാല്യൂ എത്ര? 0. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ആർമേച്ചർ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ എങ്ങനെ ആവും എന്ന് പറയണം. ഇങ്ങനെ നിൽക്കുന്ന ആർമേച്ചർ എൻ്റെ ഈ എഡ്ജ് മാത്രം നിങ്ങൾ നോക്കുക. 90 ഡിഗ്രി ടേൺ ചെയ്യുന്നത് നോക്കൂ. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവില്ലേ? ഇപ്പം ഈ പടമാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ആർമേച്ചർ കോയിൽ ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ആർമേച്ചർ കോയിൽ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ടോ? അപ്പം ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ തീറ്റ വാല്യൂ എത്രയാണെന്ന് പറയണം. നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി. തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ ടേൺ ചെയ്തു എന്ന്. നേരത്തെ ഏരിയ വെക്ടർ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ടാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എത്ര ആംഗിൾ തിരിഞ്ഞു എന്ന് പറയണം. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പം നോക്കൂ എത്ര തിരിഞ്ഞു? ഇത്രയും തിരിഞ്ഞില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു. അപ്പോൾ എത്ര ആംഗിൾ തിരിഞ്ഞു? 90. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിട്ട് എടുക്കണം? ഒമേഗ ടിയുടെ വാല്യൂ എത്രയായിട്ട് എടുക്കണം? 90 ഡിഗ്രി. അപ്പോൾ എത്ര സ്റ്റേജായി? 2 സ്റ്റേജായി. അപ്പം നിങ്ങളുടെ ഇങ്ങനെ ഇരുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഇങ്ങനെ ഇരിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി അടുത്ത വീണ്ടും ഒരു 90 തിരിഞ്ഞാൽ ഇങ്ങനെ ആവൂലേ? ഒന്നുകൂടെ നേരെ നോക്കണം. ഫസ്റ്റിൽ ഇങ്ങനെയാണ് ഇരുന്നത്. ഈ എഡ്ജ് മാത്രം നിങ്ങൾ നോക്കുക. ഈ എഡ്ജ് 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും. വീണ്ടും ഒരു 90 തിരിയുമ്പോൾ അതെങ്ങനെ ആവും? ഇങ്ങനെ ആവൂലേ? മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേജ് ഒന്നുകൂടെ പറയൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി വീണ്ടും ഒരു 90 ഇവിടെ തിരിഞ്ഞാൽ ഇത് ഇങ്ങനെ ആവും. അപ്പോൾ അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആർമേച്ചർ കോയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പറയൂ. നോർത്ത്, സൗത്ത്, നിങ്ങളുടെ കോയിൽ ഇങ്ങനെ നിൽക്കുന്നു. കണ്ടോ? നിങ്ങളുടെ കോയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതായത് ഈ പടത്തിന് ഈക്വലൻ്റ്. ഓക്കെ. ഇനി ഇവിടുത്തെ തീറ്റ എത്രയെന്ന് പറ മക്കളെ. വാട്ട് ഈസ് ദ തീറ്റ ഓർ ഒമേഗ ടി വാല്യൂ? തീറ്റ വാല്യൂ എത്രയെന്ന് പറയൂ. നിങ്ങൾ ആദ്യത്തെ കേസ് ഇതായിരുന്നു. ഇങ്ങനെയാണ് നിന്നത്. 0. തീറ്റ 0. 90 ഡിഗ്രി ടേൺ ചെയ്തപ്പോൾ ഇങ്ങനെയായി. തീറ്റ എത്രയായി? ഇങ്ങനെ നിന്ന സാധനം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് നോക്കൂ. ആദ്യം ഇങ്ങനെ നിന്നു. ഈ സാധനം 90 ഡിഗ്രി ടേൺ ചെയ്തപ്പോഴത്തേക്ക് തീറ്റ എത്രയായി? 90 ആയി. വീണ്ടും ഒരു 90 തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെയായി. ഇങ്ങനെ ആവുന്ന സമയത്ത് പറ തീറ്റ എത്രയായി? 180 ആയി. നിങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല. എടാ ഇങ്ങനെയല്ലേ ഫസ്റ്റ് നിന്നേ? ഈ സാധനം ഈ എഡ്ജ് മാത്രം നോക്കും നിങ്ങൾ. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവൂലേ? വീണ്ടും ഒരു 90 തിരിയുമ്പോൾ 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 ഇങ്ങനെ ആവൂലേ? ഒന്നും കൂടെ. സ്റ്റാർട്ടിങ് 90 തിരിയുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 ഇവിടെ തിരിയുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇങ്ങനെ. ഇങ്ങനെയാണല്ലോ. ഇനി ഓരോ കേസിലെ ആംഗിൾ നിങ്ങൾ പറയണം. ഓരോ കേസും ആദ്യം പറഞ്ഞിട്ടൊക്കെ പടം വരച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് പടം ഇതാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് തീറ്റ എത്രയെന്ന് പറ. തീറ്റയാണ് ഒമേഗ ടി. ഇങ്ങനെയാണ് ഏരിയ വെക്ടർ, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ രണ്ടും ഇങ്ങനെയാണ്, രണ്ടും അങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ എത്ര? 0. 90 ഡിഗ്രി ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഏരിയ വെക്ടർ ഇങ്ങനെ ആവും. ഏരിയ വെക്ടർ താഴോട്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അതിൽ നിന്ന് എത്ര ഡിഗ്രി ടേൺ ചെയ്തു? 90. വീണ്ടും ഒരു 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആവും? ഇങ്ങനെ ആവും. അപ്പോൾ ഏരിയ വെക്ടർ ഇങ്ങോട്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ എത്രയായി? 180 ആയി. വീണ്ടും ഒരു 90 ചെയ്യുമ്പോഴത്തേക്ക് ഏരിയ വെക്ടർ ഇങ്ങനെയാണ്. അപ്പം നേരത്തെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എത്ര ടേൺ ചെയ്യണം? ഇത്രയും ടേൺ ചെയ്യണം. അപ്പോൾ 270 ആയി. വീണ്ടും ഒരു 90 ടേൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ എത്ര ഡിഗ്രി ടേൺ ചെയ്തു? 360 ഡിഗ്രി ടേൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഗവേഷണം നടത്തണ്ട. 90 വെച്ച് അങ്ങ് ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ പടം ഇതാണ്, ഇങ്ങനെ നിൽക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലെ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കണം. തേർഡ് സ്റ്റേജിലെ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ. ഫോർത്ത് സ്റ്റേജ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ. ഫിഫ്ത്ത് സ്റ്റേജ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ. സിക്സ്ത് സ്റ്റേജ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു പോകണം. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരയ്ക്കണം. ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. സി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. പഴയ സ്റ്റേജ് ആയോ? ആയി. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇവിടെ നോക്ക്, ഇവിടെ നോക്കി വെച്ചോണം. 90 ആകുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 ആകുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 ആകുമ്പോൾ ഇങ്ങനെ, വീണ്ടും ഒരു 90 ആകുമ്പോൾ ഇങ്ങനെ. 4 90 ആയപ്പോൾ 360 ആയോ? ഓക്കെ. അപ്പോൾ സ്റ്റേജുകൾ പറയൂ. ഇനിഷ്യൽ സ്റ്റേജിൻ്റെ പടം ഇത് കണ്ടല്ലോ. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഉള്ള പടം ഇത്. വീണ്ടും ഒരു 90 ടേൺ ചെയ്യുമ്പോൾ ഉള്ള പടം ഇത്. വീണ്ടും ഒരു 90 ടേൺ ചെയ്യുമ്പോൾ ഉള്ള പടം. അങ്ങനെ ആ രീതിയിൽ എടുത്തോണം. അപ്പോൾ ഞാൻ
ഇറൈസ് ചെയ്ത് കളയാം. ആർമേച്ചർ കോയിലിൻ്റെ റൊട്ടേഷൻ്റെ സ്റ്റേജസ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. നോക്കൂ, ഇവിടെ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ക്ലിപ്പിനെ കണ്ടല്ലോ നിങ്ങൾ. ഈ ക്ലിപ്പിനെ നോക്കി ക്ലിപ്പ് എത്ര ഡിഗ്രി ടേൺ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനിഷ്യൽ സ്റ്റേറ്റിൽ ക്ലിപ്പ് ഇവിടെയാണ്. 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ ഇതിവിടെ ആവും. വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇതിവിടെ ആവും. വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇതിവിടെ ആവും. വീണ്ടും ഒരു 90 തിരിയുമ്പോൾ ഇതിവിടെ ആവും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി പറയണ്ട. ഇനി ആംഗിൾ നോക്കി പറയണം. ഫസ്റ്റിൽ ആംഗിൾ എത്രയായിരുന്നു? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആംഗിൾ എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലേ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഏരിയ. ഇപ്പം ഏരിയ വെക്ടർ അങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ടാണ്. അപ്പോൾ രണ്ടിനോടേക്കുള്ള ആംഗിൾ 0. ഇനി 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഏരിയ വെക്ടർ പറയണം. നോക്കൂ, 90 ഡിഗ്രി ടേൺ ചെയ്യാൻ പോവാണ്. നോക്കൂ, 90 ഡിഗ്രി ടേൺ ചെയ്യുന്നു. നിങ്ങൾ ഈ ക്ലിപ്പിനെ മാത്രം നോക്കുക. 90 ഡിഗ്രി ടേൺ ചെയ്യുന്നൊന്നും ഏരിയ വെക്ടറിനെയും മാത്രം നോക്കുക. ഇതാണല്ലോ ഏരിയ വെക്ടർ. എൻ്റെ ഈ പെന്നാണ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടർ അങ്ങോട്ട് ഇരിക്കുകയാണ്, ക്ലിപ്പ് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ തീറ്റ എത്രയെന്ന് പറയൂ? ഏരിയ വെക്ടറാണ് എൻ്റെ പെൻ. ഏരിയ വെക്ടറിന് മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ എത്ര? 0. ഇനി 90 ഡിഗ്രി ടേൺ ചെയ്തു. ടേൺ ചെയ്തോ? ടേൺ ചെയ്തു. തീറ്റ എത്രയായെന്ന് പറ? മാഗ്നറ്റിക് ഫീൽഡിനും അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. എൻ്റെ ഈ പെൻ ഏരിയ വെക്ടർ, ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. വീണ്ടും ഒരു 90 ടേൺ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, വീണ്ടും ഒരു 90 ടേൺ ചെയ്യുന്നു. ക്ലിപ്പിനെ മാത്രം നോക്കുക. കണ്ടോ, ഇങ്ങോട്ടായി. അപ്പോൾ എൻ്റെ പെൻ ഇപ്പം ഇങ്ങോട്ടായി. ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി ടേൺ ചെയ്തെന്ന് പറ? മാഗ്നറ്റിക് ഫീൽഡ് അവിടെയായിരുന്നു, അവിടെ നിന്ന് ഇത്രയും കറങ്ങി വന്നു. അപ്പോൾ 180 ടേൺ ചെയ്തു. ഓക്കെ, വീണ്ടും ഒരു 90 ടേൺ ചെയ്യുന്നു. നോക്കിക്കോ, വീണ്ടും ഒരു 90 ടേൺ ചെയ്യുമ്പം ഇങ്ങനെ ആവില്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ആംഗിൾ ടേൺ ചെയ്തെന്ന് പറയാം? എൻ്റെ പെൻ ഇവിടെ നിന്ന് ഇത്രയും കറങ്ങി വന്നു. അപ്പോൾ 270 ഡിഗ്രി ടേൺ ചെയ്തു. ഇനി അടുത്ത വീണ്ടും ഒരു 90 ഇവിടെ ടേൺ ചെയ്യുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ ടോട്ടൽ എൻ്റെ പെൻ 360 ഡിഗ്രി ടേൺ ചെയ്തു. ഇത്രയും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കുക, ആദ്യം പെൻ ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ പെൻ ഇങ്ങനെയായി 90, വീണ്ടും ഇങ്ങനെയായി, വീണ്ടും ഇങ്ങനെയായി, വീണ്ടും ഇങ്ങനെയായി. അപ്പോൾ എത്ര സ്റ്റേറ്റ് വേണം? 5 സ്റ്റേറ്റ്സ് വേണം. ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റേറ്റ് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, 4 സ്റ്റേറ്റ് ഞാൻ വരയ്ക്കാം. സോ ലിസൺ പ്രോപ്പർലി. ആദ്യം പടം വരച്ചിട്ട് കൊടുക്കണം. ഈ പടത്തിനൊക്കെ മാർക്കുള്ളതാണ്. നോർത്ത്, സൗത്ത്. നമുക്ക് ആ പടങ്ങളെല്ലാം വരയ്ക്കാം. നോർത്ത്, സൗത്ത്. അടുത്ത് നോർത്ത്, സൗത്ത്. ഓക്കെ, നോർത്ത്, സൗത്ത്. വീണ്ടും നോർത്ത്, സൗത്ത്. ഇത്രയും വരച്ചിടുക. ഇനി ആർമേച്ചർ എങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞുകൂടെ? ആദ്യം ഇങ്ങനെയൊക്കും, പിന്നെ ഇങ്ങനെയൊക്കും, പിന്നെ ഇങ്ങനെയൊക്കും, പിന്നെ ഇങ്ങനെയൊക്കും, പിന്നെ ഇങ്ങനെയൊക്കും. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് ആ പടം മാറ്റി വരച്ചാൽ മതി. ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന പടം, ഇങ്ങനെ നിൽക്കുന്ന പടമാണ് വരയ്ക്കേണ്ടത്. പറ, ഇങ്ങനെ നിൽക്കുന്ന പടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങ് വരയ്ക്കുക. കണ്ടോ? അപ്പോൾ പടം വരയ്ക്കുകയാണ്. നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ആർമേച്ചർ ഇങ്ങനെ വയ്ക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ് ആകുമ്പോൾ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ആർമേച്ചർ കോയിലിനെ പ്ലെയിൻ ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ നേരെ അങ്ങ് വരച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് ആകുമ്പോൾ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന പടം വരയ്ക്കണം. പറ. ഓക്കെ, നാലാമത്തേൽ ഇങ്ങനെ വയ്ക്കണം നേരെ. അഞ്ചാമത്തെ സ്റ്റേറ്റിൽ വീണ്ടും അതുപോലെ ആവും. അപ്പം ഇങ്ങനെ വരയ്ക്കാൻ ഒരു കോമൺ സെൻസ് ഉള്ള ആളിന് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ 5 സ്റ്റേറ്റ്. ഇനി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു എത്രയാ? 0 ഡിഗ്രിയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു എത്രയാ? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു എത്രയാ? 90 + 90 ആണ്. എത്രയാ? 180 ആണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു 180 + 90 ആണ്. 270 ആണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു 270 + 90 എത്രയായി? 360. ഇങ്ങനെ 4 പടം വരച്ച് ആംഗിൾ എഴുതാൻ നിങ്ങളെ കൊണ്ടുവെക്കോ ഇല്ലയോ? വെക്കൂലേ? സോ അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് റൊട്ടേഷൻ എന്ന് എഴുതിയിട്ട് നമ്മൾ ഈ 5 പടം വരച്ചിട്ട് ഓരോ കേസിലെയും തീറ്റ വാല്യൂ എഴുതണം. ഇനി നമുക്ക് അടുത്ത സാധനം ലാസ്റ്റ് എസ്സയുടെ ലാസ്റ്റ് പാർട്ട് എഴുതാണ്. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ്. ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? E0 sin ഒമേഗ ടി അല്ലേ? ദെൻ സ്റ്റേജ് 1 കേസ്, സ്റ്റേജ് 1
സ്റ്റേജ് 1-ൽ തീറ്റയുടെ വാല്യൂ ഒമേഗ ടിയുടെ വാല്യൂ 0 ആയിരുന്നു അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ എത്ര? E0 sin 0. Sin 0 എത്ര? 0. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്ര? 0. ദെൻ സ്റ്റേജ് 2-ലെ കേസ് പറ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു E0 sin ഒമേഗ ടിയുടെ വാല്യൂ എത്രയായിരുന്നു? 90 ഡിഗ്രി ആയിരുന്നു. സൈൻ 90 എത്ര? 1. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു E0 എന്ന് കിട്ടിയില്ലേ? E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇ എം എഫ് എന്നല്ലേ? അപ്പോൾ സ്റ്റേജ് 2-ലാണ് കോയിലിൽ മാക്സിമം ഇ എം എഫ് ഉണ്ടായത്. അടുത്ത സ്റ്റേജ് 3. സ്റ്റേജ് 3-ൽ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ എത്രയാണ് എടുത്തത്? 270 ഡിഗ്രിയാണ് എടുത്തത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ എത്ര വരും? E0 sin 270 എന്ന് വരും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ 270 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു എത്ര? -E0 എന്ന് വരും. എന്താണ് കിട്ടിയത്? ഐം സോറി സൈൻ 270 എത്ര? ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ഇ എം എഫ് നോക്കാം. നോക്കൂ, ഫസ്റ്റ് സ്റ്റേജ് 1. സ്റ്റേജ് 1-ൽ തീറ്റയുടെ വാല്യൂ എത്ര? തീറ്റയാണല്ലോ ഒമേഗ ടി, അതിൻ്റെ വാല്യൂ 0 ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ പറ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്നാണ് ഇക്വേഷൻ. ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ 0. അപ്പോൾ സ്റ്റേജ് 1-ൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇല്ല. ഇനി സ്റ്റേജ് 2 എന്ന് ഹെഡിങ് എഴുതണം. സ്റ്റേജ് 2-ൽ തീറ്റയുടെ വാല്യൂ ഒമേഗ ടിയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ E0 സൈൻ 90 എന്നാണ്. അപ്പോൾ E0 ഇൻറ്റു സൈൻ 90 എത്ര? 1 എന്ന് പറഞ്ഞാൽ E0 ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇ എം എഫ് എന്നല്ലേ? അപ്പോൾ മാക്സിമം ഇ എം എഫ് സ്റ്റേജ് 2-ൽ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3-ൽ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ എത്രയായിരുന്നു നമ്മളെടുത്ത്? 270 അല്ലേ? 90 ഇവിടെ ആഡ് ചെയ്തു. 270 അല്ലല്ലോ, 180. 90 ഇവിടെ ആഡ് ചെയ്തു, 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ എത്ര വരും? E0 സൈൻ ഒമേഗ ടി എന്നുള്ളത് 180. ഓക്കെ, അപ്പോൾ E0 ഇൻറ്റു സൈൻ 180 എത്ര? 0. അപ്പോൾ ആൻസർ എത്ര? 0. അപ്പോൾ തേർഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസറും 0. അടുത്ത സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4-ൽ തീറ്റയുടെ വാല്യൂ നിങ്ങൾ എത്ര എടുത്തത്? തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ഈക്വൽ ടു 180 ഇവിടെ 90 ആഡ് ചെയ്താൽ 270 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ പറ. E0 സൈൻ 270. അപ്പോൾ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ 270 എത്ര? -1. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ -E0. E0 നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, മാക്സിമം ഇ എം എഫ്. അപ്പം നെഗറ്റീവ് E0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാക്സിമം എന്നല്ലേ? അപ്പോൾ മാക്സിമം ഇ എം എഫ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ സ്റ്റേജ് 4-ൽ മാക്സിമം ഇ എം എഫ് തന്നെയാണ് ഉണ്ടാകുന്നത്, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണെന്നേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റേജ് 5 ആണ് ഞാൻ വരയ്ക്കുന്നത്. സ്റ്റേജ് 5 പറയൂ. സ്റ്റേജ് 5-ൽ തീറ്റയുടെ വാല്യൂ എത്രയാ? 270 + 90 എത്ര? 360 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ആൻസർ എത്ര വരും? E0 സൈൻ 360. പറ. അപ്പോൾ E0 ഇൻറ്റു സൈൻ 360 എത്ര? 0. അപ്പോൾ ആൻസർ 0. അപ്പോൾ സ്റ്റേജ് 5-ലും എന്തുണ്ടാകുന്നില്ല? ഇ എം എഫ് ഉണ്ടാകുന്നില്ല. അപ്പോൾ 5 സ്റ്റേജിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് ഞാനിപ്പോൾ വരച്ചത്. ഇനി ഞാൻ ഇതിനെ ഗ്രാഫിൽ കാണിക്കാൻ പോവാണ്. സമാധാനമായിട്ട് എനിക്ക് പറഞ്ഞു തരണം. നോക്കൂ, ഇവിടെ ഇ എം എഫ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ആംഗിളുമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. പറയും, ഇവിടുന്ന് ആംഗിള് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, അടുത്ത 270 ഡിഗ്രി, 360 ഡിഗ്രി. ഈ ഓരോ കേസിലുള്ള ഇ എം എഫ് ആണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ 0 ഡിഗ്രി ആകുമ്പോൾ ഇ എം എഫ് എത്ര? 0. അപ്പോൾ 0 ഡിഗ്രിയിൽ ഇ എം എഫും 0. അടുത്ത 90 ഡിഗ്രിയിൽ ഇ എം എഫ് മാക്സിമം, 90 ഡിഗ്രിയിൽ ഇ എം എഫ് മാക്സിമം ആണല്ലോ. അടുത്ത 180 ഡിഗ്രിയിൽ ഇ എം എഫ് 0, 180 ഡിഗ്രിയിൽ ഇ എം എഫ് 0. അടുത്ത 270 ഡിഗ്രിയിൽ ഇ എം എഫ് നെഗറ്റീവ് മാക്സിമം.
അടുത്ത 360 ഡിഗ്രിയിൽ EMF 0 ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇതേമാതിരി ഒരു ഗ്രാഫ് കിട്ടും. ഇത് നിങ്ങൾ പണ്ട് പഠിച്ച ഗ്രാഫല്ലേ? 10th സ്റ്റാൻഡേർഡിൽ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ? എങ്കയോ ഒപ്പാത്ത മാതിരി ഒരു ഗ്രാഫ്. അപ്പം നമുക്ക് കിട്ടിയത് AC-യുടെ ഗ്രാഫാണ്. അപ്പോൾ AC-യുടെ ഗ്രാഫ് കിട്ടി. അപ്പോൾ ആംഗിളിനനുസരിച്ച് കോയിലിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ വരച്ച ഗ്രാഫാണ്. ഇത്രയും വരച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. ഒരു essay ആയി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ സ്റ്റേജസ് ഒന്നും കൂടെ പറയുന്നു. ലിസൺ പ്രോപ്പർലി. സോ എന്താണ് ആദ്യം സ്റ്റേജസ് ഓഫ് റൊട്ടേഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, സ്റ്റേജ് 1. What is the theta value? Theta is omega t. What is its answer? 0 degree. Okay, then what is the induced EMF? പെട്ടെന്ന് പറ. E0 sin omega t is the equation. Put the values. E0 sin omega t എത്ര? 0. So E0 into sin 0, 0. So answer is 0. So in stage 1, no EMF is developed in the coil. Then stage 2, say stage 2. Stage 2, theta equal to omega t equal to 90 degree. Am I right? So what is the induced EMF? E0 sin omega t is 90. Am I right? So E0 into sin 90, 1. So your answer is E0. E0 means maximum EMF. So maximum EMF is developed in the armature coil in stage 2. Then what is the next one? Stage 3. Stage 3, theta is omega t is what? 90 plus 90. What is it? 180 degree. Then what is the induced EMF? It's equal to E0 sin 180. So E0 into sin 180 എത്ര? -1. So -1 ആണോ? 0. So sin 180 എത്ര? 0. So what is your answer? 0. So what is the EMF developed? 0. Then stage 4. Stage 4. പറയൂ. What is the theta value? Theta is 180 plus 90. എത്രയാ? 270 degree. So what is the EMF? E0 sin പറയൂ 270. So is equal to E0 into പറയൂ sin 270 എത്ര? -1. So what is your answer? Minus E0. E0 എന്ന് പറഞ്ഞാൽ മാക്സിമം EMF. നെഗറ്റീവ് E0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാക്സിമം. Maximum EMF in the opposite direction. Then what is the next one? Stage 5. Tell me. Stage 5. പറയൂ. Theta equal to omega t equal to എത്രയായി? നിങ്ങൾ തന്നെ പറ. 270 plus 90 എത്ര? 360 ആയി. So what is the induced EMF? പെട്ടെന്ന് പറ. So induced EMF is equal to E0 sin 360. So is equal to E0 into sin 360 എത്ര? 0. What is your answer? 0. Now you know the values. What is the EMF developed in the first state? 0. Second, maximum. Then third, 0. Fourth, negative maximum. Last state, 0. So I am plotting a graph. പറയൂ. See here EMF, here angle. പറയൂ. 0 degree, 90 degree, 180 degree, 270 degree, 360 degree. Okay. Then പറയൂ. First one 0 degree 0 EMF. 0 degree 0 EMF. Then 90 degree maximum EMF. 90 degree maximum EMF. Then 180 degree 0 EMF. 0 EMF. Then 270 degree negative maximum. 270 degree negative maximum. Okay. Then 360 degree 0 EMF. Okay. Then I am connecting these points. So I am getting a graph like this. This is a graph of alternating current. Okay, we get from AC generator. അപ്പോൾ AC generator എന്ന് കിട്ടുന്ന AC-യുടെ ഗ്രാഫാണിത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇത് ചവർ പോലെ പറഞ്ഞു കളയുക. സോ വാട്ട് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്? സോ വാട്ട് ആർ യു saying about AC generator? പറയൂ. AC generator കഥകളെല്ലാം പറ. AC generator is otherwise known as alternator. It is a device used to generate electricity. It converts mechanical energy to electrical energy. What are the main parts? Its main parts are armature coil and field magnet. Armature coil is an insulated coil. Field magnet is a magnet. Then ends of armature are connected to what? Slip rings. Touching these there are graphite brushes. Then when armature rotates,
magnetic flux linked with the armature changes, EMF is developed, in the external circuit we get current. Then during the first half rotation, magnetic field lines are cut in a particular direction, EMF is developed in a particular direction. During the next half rotation, magnetic field lines are cut in the opposite direction, EMF is developed in the opposite direction. So in the external circuit we get what? AC. ഇത്രയാണ് പടവും വരച്ച് എഴുതേണ്ട ഫസ്റ്റ്. അടുത്തെന്താണ് what is a magnetic flux linked with the coil? Magnetic flux is equal to B dot A. B dot A means BA cos theta, no problem. Then here there are n turns, so flux is equal to say BA n cos theta, am I right? Then theta, what is omega? Omega equal to theta by t. So theta is equal to omega t. Replace. So flux is equal to say BAN into cos omega t. So this is a flux. Then what is the equation to calculate induced EMF in the armature coil? Is equal to d phi by dt. Okay, negative. Then minus d by dt of what is flux? BAN cos omega t, no problem. Then induced EMF is equal to minus BAN taken out, then d by dt, say cos omega t. Then induced EMF is equal to minus BAN into, say, what is the answer of cos omega t on differentiation? Minus sin omega t into, what on differentiating omega t you get omega. So what is the answer of induced EMF? Induced EMF is equal to, say, BAN omega sin omega t. Then what is a maximum EMF? So maximum EMF is obtained when sin omega t equal to 1. So maximum EMF E0 equal to BAN omega into 1. So this is the answer of maximum EMF. Then induced EMF can be written as, instead of BAN omega you write E0, then sin omega t. This is the equation to calculate EMF developed in the coil. ഇതുവരെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇനി അടുത്ത നമ്മൾ എന്താണ് എഴുതുന്നത്? ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റൊട്ടേഷൻ. സേ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റൊട്ടേഷൻ. സേ പടം വരയ്ക്കുന്നത് ഫസ്റ്റ് പടം ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് പടം ഇങ്ങനെ വരയ്ക്കണം. അടുത്ത സെക്കൻഡ് പടം എങ്ങനെ വരയ്ക്കും? നേരെ വരയ്ക്കും. ഓക്കെ, സോ ഫസ്റ്റ് പിക്ചർ, സെക്കൻഡ് പിക്ചർ, തേർഡ് പിക്ചർ, ഫോർത്ത് പിക്ചർ, ഫിഫ്ത്ത് പിക്ചർ. ഒരേ ഇതുപോലെ വരയ്ക്കാൻ നിങ്ങൾ കൊണ്ടുവെക്കും. അടുത്തെന്താണ്? ഓരോ കേസിലെ ആംഗിൾ പറയൂ. ഇൻ ദ സ്റ്റേജ് 1 what is theta value or omega t equal to 0 degree. Then അടുത്ത ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എഴുതാം. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് theta equal to omega t equal to 90 degree. In the third case theta equal to omega t equal to 180 degree. In the fourth state theta equal to omega t equal to, say, 270 degree. In the next state, see, theta equal to omega t equal to 360 degree. Then what is the induced EMF? Induced EMF equal to E0 sin omega t. So E equal to E0 sin 0. So your answer is 0. Then what is the next one? E equal to E0 sin 90. Okay, sin 91. So equal to E0. Then next state, E equal to E0 sin 180. Sin 180 0. So answer 0. So next state, E equal to E0 sin 270. So answer, say, endana E0 into -1. So answer minus E0. What is the next state? See, the E equal to E0 sin 360. What is sin 360? 0. So answer 0. ഇനി എന്താണ്? ഗ്രാഫ്. സി ഗ്രാഫ് കണക്ടിങ് തീറ്റ ആൻഡ് EMF. സി 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 degree. Okay, then at 0 degree 0 EMF, then 90 degree maximum EMF. Okay, then next one 180 degree 0 EMF, then 270 degree negative maximum. Okay, then what is the next one? 360 degree 0 EMF. Then connect these points, you will get a graph like this. So this is a graph of AC we get from AC generator. 3 you can get how many marks? 5 marks.
അപ്പം നന്നായിട്ട് പഠിക്കുമല്ലോ. സിമ്പിൾ എസ് അല്ലേ? അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആകെപ്പാട് അതിനകത്ത് വന്നത് എന്താണ്? ആ ഫ്ലക്സ് കണ്ടുപിടിച്ചിരുന്ന് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ച സ്റ്റെപ്പ് മാത്രമാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അല്ലാതെ ബാക്കി സിമ്പിൾ അല്ലേ? പെട്ടെന്ന് പഠിച്ചെടുത്തോളണം. ഓക്കെ, നമുക്കിനി അടുത്തൊരു 1-2 കൊച്ചു ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്യാം.